നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എത്ര കിട്ടിയാലും പഠിക്കാത്തൊരു കൂട്ടരായി മാറിയിരിക്കുന്നു CPM-ഉം SFIയും ഒക്കെ. ഇക്കഴിഞ്ഞ ദിവസം കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ക്യാമ്പസിൽ വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന് നേർക്ക് SFI പ്രവർത്തകരുടെ കടുത്ത കയ്യേറ്റം. വ്യാഴാഴ്ച സിൻഡിക്കേറ്റ് യോഗത്തിനെത്തിയ സിസ തോമസിന്റെ അരികിലേക്ക് ഓടിയെത്തിയ SFIക്കാർ മുടിക്കുത്തിന് പിടിച്ച് വലിക്കുകയും ദേഹത്ത് മാന്തുകയും ചെയ്തു എന്ന് VC തുറന്നടിച്ചു. 2022 നവംബറിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല താൽക്കാലിക VC-യായി നിയമിച്ചതോടെയാണ് സിസ തോമസിനെതിരെ CPM-ന് കലിപൊട്ടിയത്. അന്ന് പിണറായി വിജയൻ സർക്കാരിനെ ധിക്കരിച്ച് സിസ തോമസ് VC സ്ഥാനം ഏറ്റെടുത്തു എന്ന പക. 2022 തുടങ്ങിയ പക ഇപ്പോഴും മനസ്സിൽ പേറുകയാണ് CPM-ഉം അവരുടെ വിദ്യാർത്ഥി സംഘടനയായ SFIയും. അന്ന് കേരള സർക്കാർ നിർദ്ദേശിച്ചിരുന്ന വ്യക്തിക്ക് പകരം സിസ തോമസിനെ നിയമിച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇത് ചില്ലറയൊന്നുമല്ല പിണറായി വിജയനെയും കൂട്ടരെയും ചുടിപ്പിച്ചത്. സിസ തോമസിനെ അന്ന് ഓഫീസിൽ കയറ്റില്ല എന്ന് വെല്ലുവിളിക്കുകയായിരുന്നു CPM. തുടർന്ന് രജിസ്ട്രാർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള ആളുകൾ സിസ തോമസ് ഓഫീസിലെത്തിയപ്പോൾ ഓഫീസിൽ നിന്ന് മാറി നിന്നു. സിസ തോമസ് താൽക്കാലിക VC-യായി നിയമിതയായതിന് തൊട്ടു പിന്നാലെ അവർക്കെതിരെ അച്ചടക്ക നടപടിക്കാണ് സർക്കാർ ശ്രമം തുടങ്ങിയത്. തനിക്ക് പരിരക്ഷ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സിസ തോമസ് തുടർന്ന് കോടതിയെ സമീപിച്ചു. കോടതി അനുകൂല ഉത്തരവ് പുറപ്പെടുവിച്ചത് സർക്കാരിൻ്റെ മുഖത്തേറ്റ അടിയായി മാറി. ഇതോടെ സിസ തോമസിന്റെ ആദ്യ വിജയം. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് VC ചുമതല ഏറ്റെടുത്തത് എന്ന് സിസ തോമസിന്റെ മറുപടി ഗവൺമെന്റിനെ വീണ്ടും പ്രകോപിപ്പിച്ചു. സിസ തോമസിൽ നിന്ന് സർക്കാർ വൈസ് ഗവർണർ എന്ന തലത്തിലേക്ക് അവർ തമ്മിലുള്ള സംഘർഷം വ്യാപിച്ചു. തുടർന്ന് ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനും നേർക്കുനേർ വെല്ലുവിളിക്കുന്ന കാഴ്ചകളും കേരളം കണ്ടു. കേരളത്തിലെ വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട തർക്കം മൂർച്ഛിച്ചു നിൽക്കവെയായിരുന്നു സിസ തോമസുമായി ബന്ധപ്പെട്ട ആ വിവാദങ്ങൾ. അത് സർക്കാരിനെ ക്ഷീണിപ്പിച്ചത് ചില്ലറയൊന്നുമില്ല. VC വിവാദത്തിൽ അന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൂടുതൽ ശക്തനായി. VC നിയമനത്തെ ചൊല്ലിയുള്ള തർക്കം ഒടുവിൽ സുപ്രീം കോടതിയുടെ പോലും പരിഗണനയ്ക്കെത്തി. 2025 സുപ്രീം കോടതി നടപടികളിൽ ഗവർണർ ചാൻസലറിന്റെ അധികാരവും VC നിയമന നടപടിക്രമങ്ങളും സംബന്ധിച്ച വലിയ ഭരണഘടനാ ചോദ്യങ്ങൾ ഉയർത്തി. തുടർന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ചുള്ള കമ്മിറ്റി. പിന്നീട് ഒട്ടനവധി വിവാദങ്ങളിൽ സർക്കാർ പെട്ടുഴലുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ അവിടെയൊക്കെ തലയെടുപ്പോടെ നിന്നു ഡോക്ടർ സിസ തോമസ്. 2025 ഓഗസ്റ്റിൽ വീണ്ടും സർക്കാർ ഗവർണർ പോര്. ഇക്കുറി ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി സിസ തോമസ് നിയമിതയായി. തർക്കങ്ങൾ രൂക്ഷമായി. ഒടുവിൽ 2025 ഡിസംബർ 16, 17 തീയതികളിൽ നിർണായക തീരുമാനം. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി സിസ തോമസ് നിയമിതയാകുന്നു. സർക്കാരിന്റെ ഗതികേട് എന്ന് മാധ്യമങ്ങൾ പരിഹസിച്ചു. തുടർച്ചയായി 3 വർഷം സർക്കാരും CPM-ഉം എതിർത്ത വ്യക്തിയെ ഒടുവിൽ സർക്കാർ തന്നെ വൈസ് ചാൻസലറായി അംഗീകരിക്കുന്ന സ്ഥിതിവിശേഷം. ഗവർണർ കട്ടയ്ക്ക് നിലപാടെടുത്തപ്പോൾ സർക്കാർ ചുരുണ്ടുകൂടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ പോരിൽ പിണറായി വിജയന് വലിയ ക്ഷീണമുണ്ടാക്കി. പാർട്ടിയുടെയും SFIയുടെയും മനസ്സിൽ ഇത് തീരാത്ത പകയായി വളർന്നു. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനം ഏറ്റെടുത്ത അന്നു മുതൽ CPM-ന്റെ വിദ്യാർത്ഥി അധ്യാപക സംഘടനകൾ സിസ തോമസിനെ തുറന്ന് എതിർത്തിരുന്നു. അവർ പിന്തുടർന്ന പകപോക്കലിന്റെ ഒരു തുടർച്ചയാണ് ഇക്കഴിഞ്ഞ ദിവസം കണ്ട ആക്രമണം. ഭരണത്തിലല്ലെങ്കിലും CPM-നും SFIക്കുമൊന്നും ഇപ്പോഴും ആക്രമണത്തിനൊരു കുറവില്ല. സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം നടക്കുന്നതിനിടയിൽ വൻ സുരക്ഷാ സന്നാഹങ്ങളെ പോലും തകർത്തുകൊണ്ടാണ് SFI പ്രവർത്തകർ VC-യുടെ അടുക്കലേക്ക് ഇരച്ചെത്തിയത്. VC സഞ്ചരിച്ചിരുന്ന ഔദ്യോഗിക വാഹനം അവർ അടിച്ചു തകർത്തു. ക്രൂരമായ ശാരീരിക ആക്രമണത്തിന് അവർ ഇരയായി. VC-യുടെ ദേഹത്ത് മുറിവുകളും പോറലുകളും. ആക്രമണത്തിൽ ഔദ്യോഗിക വാഹനം തകർത്തവർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഡോക്ടർ സിസ തോമസ് വ്യക്തമാക്കി. വ്യക്തിപരമായ ആക്രമണത്തിൽ പരാതി നൽകാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. സംഭവം കഴിഞ്ഞ് ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞ് മടങ്ങാൻ വൈകിയതുകൊണ്ടാണ് വൈദ്യപരിശോധനയ്ക്ക് താൻ വിധേയയാകാതിരുന്നത് എന്ന് സിസ തോമസ് വിവരിക്കുന്നു. SFIയുടെ കലിപ്പ് അങ്ങനെയൊന്നും തീരില്ല. പ്രതിഷേധത്തിന്റെ പേരിൽ സർവകലാശാല ഗേറ്റിന് സമീപം അവർ VC-യുടെ പ്രതീകാത്മക ശവസംസ്കാര ചടങ്ങുകൾ നടത്തി. ഒരു യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഏറെ അപമാനകരമാണ് ഇത്തരം നീക്കങ്ങൾ. 2019 മുതലുള്ള വിദ്യാർത്ഥികൾക്ക് ബിരുദ സർട്ടിഫിക്കറ്റുകൾ സർവകലാശാല നൽകിയിട്ടില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് SFI സമരം സംഘടിപ്പിച്ചത്.
സിസ തോമസ് ചാർജ് എടുത്തതിന് വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യം പറഞ്ഞ് അവർക്കെതിരെ ഇത്തരമൊരു സമരാഭാസം നടത്തുന്നതിന് പിന്നിൽ പക അല്ലാതെ എന്തു പറയാൻ? ഒരു വനിത വിസിക്ക് നേരെ ക്യാമ്പസിനുള്ളിൽ നടമാടിയ ഈ ക്രൂരതയ്ക്കെതിരെ ഇപ്പോൾ കേരളത്തിൽ ശക്തമായ വികാരമുണരുന്നു. ഇതിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യം ഒന്നു തന്നെ. ഇക്കഴിഞ്ഞ വർഷങ്ങളിലൊന്നും പ്രതിഷേധം സംഘടിപ്പിക്കാതെ സിസ തോമസ് ചാർജ് എടുത്തതിന് തൊട്ടു പിന്നാലെ ഇത്തരം മൃഗീയമായ ആക്രമണങ്ങൾ. ഇടതുപക്ഷ സർക്കാർ 2019 മുതൽ അധികാരത്തിലിരുന്നപ്പോൾ എന്തുകൊണ്ട് SFIക്കാർ സമരവുമായി കളത്തിലിറങ്ങിയില്ല? സർട്ടിഫിക്കറ്റ് വിതരണ തടസ്സം പരിഹരിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടയിലാണ് ഇപ്പോൾ സിസ തോമസിന് നേർക്ക് ആക്രമണം നടത്തിയത്. ഇടതുപക്ഷ ജീവനക്കാരാണ് സർട്ടിഫിക്കറ്റ് വിതരണത്തെ പതിവായി അട്ടിമറിച്ചിരുന്നത്. ഗസ്റ്റ് അധ്യാപക നിയമനം പൂർത്തിയാക്കുക, ബിരുദ സർട്ടിഫിക്കറ്റുകൾ സമയബന്ധിതമായി വിതരണം ചെയ്യുക, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ച് 25 ദിവസമായി SFI സർവകലാശാലയിൽ സമരം നടത്തിവരികയാണ്. ഈ സമരത്തിന്റെ മറവിൽ അവർ VCയെ വ്യക്തിപരമായി ആക്രമിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് എന്ന് വ്യക്തം. ആരോപണങ്ങൾ ശക്തമായപ്പോൾ അതിനെ ഖണ്ഡിക്കാൻ വിചിത്ര വാദങ്ങളുമായി SFI രംഗത്തെത്തി. തങ്ങൾ നടത്തിയത് VCയുടെ പ്രതീകാത്മക ശവസംസ്കാര ചടങ്ങല്ല എന്നാണ് ഇപ്പോൾ സംഘടനയുടെ അവകാശവാദം. തിയേറ്റർ പഠന വകുപ്പിൽ പ്രവർത്തനരഹിതമായ സ്പോട്ട് ലൈറ്റുകൾ മരിച്ചതായി പ്രതീകാത്മകമായി അവതരിപ്പിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തത് എന്ന് SFI ജില്ലാ സെക്രട്ടറി ആശിഷ് സാനന്ദ് പറയുന്നു. സിസ തോമസ് എന്ന ഭരണാധികാരിയെ ഇപ്പോഴും ഭയക്കുന്ന CPM എന്നൊരു രാഷ്ട്രീയ പാർട്ടി, അവരുടെ വിദ്യാർത്ഥി സംഘടന കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുന്നത് പോലെയാണ് SFIയെ കൊണ്ട് CPM പലപ്പോഴും ഇത്തരം ആക്രമണങ്ങൾ നടത്തിപ്പിക്കുന്നത്. SFIയുടെയും CPMൻ്റെയും ഉള്ളിൽ പുകയുന്ന കടുത്ത അമർഷമാണ് കാലടിയിൽ തെരുവ് ആക്രമണമായി ഇപ്പോൾ പ്രതിഫലിച്ചത്. തങ്ങളുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങാത്ത ഏത് ഉന്നത ഉദ്യോഗസ്ഥരെയും ക്യാമ്പസിൽ ഏത് വിധേനയും ആക്രമിക്കുമെന്ന സന്ദേശം കൊടുക്കുക. ഗസ്റ്റ് അധ്യാപക നിയമനത്തിലും സിൻഡിക്കേറ്റ് തീരുമാനങ്ങളിലും സ്വന്തക്കാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ സർവകലാശാല ഭരണ നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നതിൻ്റെ ഭാഗമാണ് ഇത്തരം ആക്രമണങ്ങളും അതിക്രമങ്ങളുമെന്ന് UDF അനുകൂല സംഘടനകൾ പറയുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം അക്രമ സംഭവങ്ങൾ സർവകലാശാലയുടെ പ്രതിച്ഛായയെ ബാധിക്കുന്നുവെന്നാണ് അവർ പറയുന്നത്. ഒരു വനിതാ VCക്ക് നേരെ നടന്ന കയ്യേറ്റം, അവർ പരാതി നൽകിയില്ലെങ്കിലും ആഭ്യന്തര വകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കണം. ഇത്തരം നരാധമന്മാരെ ജയിലിൽ അടയ്ക്കുക തന്നെ ചെയ്യണം. ഔദ്യോഗിക വാഹനം തകർത്ത കേസിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കും എന്നും VC തന്നെ വ്യക്തമാക്കിയതോടെ അക്രമത്തിൽ പങ്കാളികളായ പ്രവർത്തകർക്കെതിരെ വരും ദിവസങ്ങളിൽ പോലീസ് ശക്തമായ നടപടികളെടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.